കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തസഹസ്രങ്ങളുടെ ആരാധനാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞ ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിലെ കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭക്തർ കുളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ എന്ന് വാത്സല്യത്തോടെ വിളിക്കുന്ന ഈ സന്നിധി ഉറി വഴിപാട് പോലെ വ്യത്യസ്തമായ ഒട്ടനവധി പ്രാർത്ഥനകൾ കൊണ്ട് പ്രശസ്തമാണ്. ഇവിടം അശരണരുടെ അഭയസ്ഥാനം മാത്രമല്ല, നിരവധി ജനോപകാരപ്രദമായ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ്. പൊതുരംഗത്ത് ജനനന്മ മുൻനിർത്തി സേവനം നടത്തിപ്പോരുന്ന വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടി കൃഷ്ണശ്രീ പുരസ്കാരം എല്ലാ വർഷവും നൽകി വരുന്നു. ഈ വർഷത്തെ കൃഷ്ണശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ ആയുർവേദ ചികിത്സാ പാരമ്പര്യം പുലർത്തി വരുന്ന ചാങ്ങേത്ത് ആയുർവേദ ആശുപത്രിയുടെ ചെയർമാനായ ഡോക്ടർ CB വിപിനചന്ദ്രൻ നായരെയാണ്. ക്ഷേത്രത്തിലെ കൃഷ്ണശ്രീ യജ്ഞമണ്ഡപത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരം സമർപ്പിക്കുകയും ചെയ്തു. ഒരു ഗ്രാമപ്രദേശത്തെ ഗ്രാമക്ഷേത്രത്തിൽ ഇത്രയധികം ആളുകളുടെ സഹകരണം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് നന്മയിലേക്കുള്ള പ്രകാശഗോപുരമായി ഈ ഗ്രാമത്തിൽ ഈ ക്ഷേത്രം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായി, ഒരു വലിയ വെളിപാടായി ഞാൻ അതിനെ കാണുകയാണ്. ഇവിടെ ഇന്ന് ഇതിൽ നിശ്ചിതമായ ചുമതല കൃഷ്ണശ്രീ പുരസ്കാര സമർപ്പണമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു തിരിച്ചു നൽകലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ്. ചാങ്ങേത്ത് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വെൺമണിക്കാരനായ എനിക്ക് ചാങ്ങേത്തൊക്കെ അക്കാലത്തെ ചികിത്സാരംഗത്ത്, ആയുർവേദ ചികിത്സാരംഗത്ത് പ്രാതസ്മരണീയമായ നാമധേയമാണ്. അവിടെ എന്നെ സംബന്ധിച്ച് സവിശേഷമായ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ ശബരിമല സമരം തുടങ്ങി 2018 ഒക്ടോബർ മാസം 10-ാം തീയതി അന്ന് അതിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം കാൽനടയായി തിരുവനന്തപുരത്തേക്ക് അന്ന് നടന്നു നീങ്ങിയപ്പോൾ ഞാൻ അത് നയിച്ച ആൾക്കാരുടെ കൂട്ടത്തിന് മുൻപന്തിയിലുള്ള ആളായിരുന്നു. പക്ഷെ നടന്ന് ഇത്രയും ദൂരം 6 ദിവസം തുടർച്ചയായി നടന്നു കഴിഞ്ഞപ്പോൾ ആ പരിപാടി വൻ വിജയമായിരുന്നു. പക്ഷെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടന്നത് കൊണ്ടാവാം ഞാൻ നടക്കുമ്പോൾ ഒരു ചരിവ് കണ്ടവർക്കെല്ലാം തോന്നി. നമ്മുടെ വെട്ടിക്കോട്ടെ തിരുമേനിയും ആ പരിപാടിക്ക് തിരുവനന്തപുരത്ത് വന്നിരുന്നു. അത് എന്നെ അവിടുന്ന് കാറിൽ കയറ്റി കുമ്പമണി കൊണ്ടുവന്ന് ശ്രീ വിപിനചന്ദ്രൻ നായരെ കാണിച്ചു. സാധാരണ ആയുർവേദക്കാർ പറയും ഒരാഴ്ച കിടക്കണം, 2 ആഴ്ച കിടക്കണം. അപ്പൊ ഞാൻ ആ സമരമൊക്കെ കത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ രീതിയിൽ അങ്ങനെ ഒരു ചികിത്സയ്ക്ക് ഞാൻ ആഗ്രഹിച്ചാലും നടക്കില്ല എന്ന് ബോധ്യമുള്ള ഒരു സന്ദർഭമാണ്. വീണ ജോർജിന്റെ ബഹുമാനപ്പെട്ട ആള് ഒക്കെ ആ ഒരു പോരാട്ടമാണ്. ഒരു പോരാട്ട സ്ഥലത്ത് നിന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഞാൻ പിന്മാറുന്നത് ആ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന മാനസികമായ ആകുലതയും വ്യാകുലതയും ഒക്കെ എന്നെ അലട്ടിയപ്പോൾ രാത്രി ഒരു 8 മണിക്കാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ കിടത്തിയപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ ചരിഞ്ഞു പോകുന്ന പോലെ തോന്നി. ചരിയുകയാണ്. അതവിടെ കിടത്തിക്കൊണ്ട് 2-3 സ്ഥലത്തൊക്കെ ഒന്ന് കുത്തി എന്തൊക്കെയോ ഒരു ചെറിയ ഇതൊക്കെ ചെയ്തു. പിറ്റേ ദിവസം മുതൽ ഞാൻ വീണ്ടും കർമ്മനിരതനായി. അപ്പം എന്നോട് ഞാനൊരു പറഞ്ഞ വാക്കെനിക്ക് പാലിക്കാൻ പറഞ്ഞു, പിന്നെയും കാണാം എന്നൊക്കെ പറഞ്ഞ്, വേണമെങ്കിൽ ഒരു ചികിത്സ പിന്നീടാകാമെന്നൊക്കെ പറഞ്ഞൊരു ഒരു ഡോക്ടറോട്, ഒരു വൈദ്യരോട് പറയാവുന്ന തരത്തിൽ ഞാൻ പിന്നെ വന്നൊക്കെ ചികിത്സിക്കാൻ, നമുക്കിവിടെ കിടന്ന് ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്. പക്ഷെ എനിക്ക് പിന്നെ അങ്ങോട്ട് പലവിധ കാരണങ്ങളെ കൊണ്ട് ഗവർണറായിട്ട് തന്നെ 5-6 കൊല്ലം ആകാറായി. എനിക്ക് പിന്നെ സാധിച്ചിട്ടില്ല. അപ്പം അന്ന് ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ ക്ഷണിച്ചപ്പം തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട്
എന്നോട് അന്ന് എന്തോ ഇതൊക്കെ സാധാരണഗതി വൈദ്യർക്ക് ദക്ഷിണ കൊടുക്കുമ്പം ദക്ഷിണയും വാങ്ങാതെയാണ് വിട്ടത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ കൃഷ്ണശ്രീ പുരസ്കാര സമർപ്പണം എൻ്റെ പ്രാർത്ഥനയോട് കൂടിയ ഒരു ദക്ഷിണയായി കൂടി അങ്ങ് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. ചാങ്ങേട്ട് എന്ന മൂന്നക്ഷരം ഒരു കുടുംബത്തിൻ്റെ അറിവിൻ്റെ, സമർപ്പണത്തിൻ്റെ, ആളുകളുടെ വിശ്വാസത്തിൻ്റെ, അതോടൊപ്പം തന്നെ ചികിത്സയുടെ മേന്മയുടെ ഗുണനിലവാരത്തിൻ്റെയൊക്കെ പര്യായമായി മാറിയിരിക്കുകയാണ്. അത് അനേകം തലമുറകളായി അങ്ങനെയാണ്. നമുക്ക് നാട്ടിൽ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ ഒന്ന് ഓർത്തുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനും ഡോക്ടറെ അടുത്ത് പണ്ട് ഞാൻ PGക്ക് പഠിക്കുമ്പോഴോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ പത്തനംതിട്ട ഡോക്ടറെ അടുത്ത് എൻ്റെ കൈക്ക് വേദനയുമായി ബന്ധപ്പെട്ട് പോയത് ഓർക്കുന്നു. നമ്മളെല്ലാവരും ഡോക്ടറെ അടുത്ത് പോയി ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പോയിട്ടുള്ളവരും ചികിത്സ തേടിയിട്ടുള്ളവരും ഒക്കെയാണ്. അതിനോടൊപ്പം തന്നെ കൃഷ്ണശ്രീ പുരസ്കാരത്താൽ ഡോക്ടർ ആദരിക്കപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇനിയും അനേകം കുടുംബങ്ങൾ, കാരണം ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ മനസ്സുകളിലും ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്, ഒരു പ്രസരിപ്പാണ് ഉണ്ടാകുന്നത്. തന്നെ തോൽപ്പിച്ച, നന്മ തോൽപ്പിച്ചതിൽ ഒരു വലിയതായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അനേകം ജീവിതങ്ങളിൽ സന്തോഷം നിറയ്ക്കുവാൻ, പ്രസരിപ്പ് നിറയ്ക്കുവാൻ, അക്ഷരാർത്ഥത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രസരിപ്പ് നിറയ്ക്കുവാൻ ഒരുപാട് പേരെ ചേർത്ത് നിർത്തുവാൻ, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവശതകളെ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഒക്കെ തന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇനിയും ഡോക്ടർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നാടിന്റെ എല്ലാവിധമായിട്ടുള്ള ആദരവും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർക്ക് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ R. അജയ്കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു അവിടെ ചെന്നത് കാണാം. ഞാൻ അവിടെ ചെന്ന് എനിക്ക് കിടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. ഒരു ചെറിയ കിഴിയൊക്കെ വെച്ച് എന്നെ പിന്നീട് കുഴപ്പമുണ്ടാകാത്ത രൂപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, പരിഹരിച്ച് വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ചികിത്സാരംഗത്ത് വലിയൊരു കൈപുണ്യത്തിന് ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുവരെ ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത ഇന്നെല്ലാം വാണിജ്യവൽക്കരണത്തിന്റെ കാലഘട്ടം. പക്ഷെ ചാങ്ങേത്ത് ഫാമിലി ഇന്ന് വരെ അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഔട്ട്ലെറ്റുകളുള്ള ഒരു വലിയ സാമ്പത്തിക സ്ഥാപനമായി അതിന് മാറാൻ കഴിഞ്ഞേനെ. അങ്ങനെ ചെയ്യാതെ ഈ പാവങ്ങളോടൊക്കെ കരുണ കാണിച്ചുകൊണ്ട് ആ പാരമ്പര്യം, ചാങ്ങേത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വിപിനചന്ദ്രൻ സാറിന് കഴിയുന്നുണ്ട്. കൂടുതൽ ഉയരങ്ങളിലെത്തി അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്തരണത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ മുതിരുന്നില്ല. ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര ഭരണസമിതിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചിത്തിര C. ചന്ദ്രൻ ആശംസകൾ അർപ്പിച്ചു. എനിക്ക് തോന്നുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നമ്മുടെ ഈ സഹായഹസ്തം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ക്ഷേത്ര ഭരണസമിതിക്ക് കഴിയട്ടെ. അതിന് കുളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും അർഹമായ കൈകളിൽ തന്നെ കൃഷ്ണശ്രീ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും കുളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ കുളനാട് ഹരികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചാങ്ങേത്ത് ആയുർവേദ ഫാർമസി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പഴമക്കാർ പറയുന്നത് പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന അർത്ഥവത്തായ ആ വാക്യം നമ്മൾ ഓർക്കുകയാണ്. പക്ഷെ നമ്മൾ അതല്ല ചിന്തിച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഈ പ്രാവശ്യം ആദരിക്കണം, ഈ പുരസ്കാരം കൃഷ്ണശ്രീ പുരസ്കാരം നൽകി ആദരിക്കണമെന്ന് ക്ഷേത്രയോഗം ഐകകണ്ഠേന തന്നെ തീരുമാനിക്കുകയായിരുന്നു. മറ്റു രണ്ടാമതൊരു പേരിന്റെ കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല,
ഡോക്ടർ വിമലേന്ദ്രൻ നായർ, അദ്ദേഹത്തെ അറിയുന്ന ബന്ധുക്കളും തുമ്പമൺതാഴം സ്വദേശികളും ഒക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് വിമലേന്ദ്രൻ നായർ എന്നല്ല, കുട്ടൻ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും അവരുടെ കുട്ടനാണ് ഡോക്ടർ വിമലേന്ദ്രൻ നായർ. അങ്ങനെ വിളിക്കുന്നതാണ് അദ്ദേഹത്തിനും ഇഷ്ടമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ വിവരം അറിയിക്കാൻ പോയപ്പോൾ ഇങ്ങനൊരു പുരസ്കാരം, ഈ വർഷത്തെ പുരസ്കാരം അദ്ദേഹത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും അതിന് ഞാൻ തന്നെ അർഹനാണോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളിപ്പോൾ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് അർഹനെന്ന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമല്ല, ഇത് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന്റെ നിയോഗവും തീരുമാനവുമാണ് എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ പോൾ രാജൻ ആശംസകൾ നേർന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ഡോക്ടർ CB വിപിനചന്ദ്രൻ നായരുടെ മറുമൊഴിയിൽ നിന്ന് പറയാൻ പാടില്ല, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയത് ഞാനിതിന് അർഹനാണോ അല്ലയോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവരെന്നെ തിരഞ്ഞെടുത്തു, അത് എനിക്കിപ്പോഴും സത്യത്തിൽ എനിക്ക് എത്രയും പറയുന്നില്ല. ഇപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പറയുമ്പോഴാണ് ഞാനതിനെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കുന്നത് തന്നെ. എനിക്കറിയില്ല എന്താണ്. പിന്നെ ഇവരെല്ലാം എനിക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഈ പറഞ്ഞതെല്ലാം എല്ലാവരും പറഞ്ഞല്ലോ, ഇനി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവരെയും എനിക്ക് ചികിത്സിക്കാനുള്ള ഒരു വലിയ അവസരം അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ നമ്മുടെ ശങ്കരാചാര്യര് അന്ന് പറന്നു പോകാമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറന്നിങ്ങനെ പോകുമ്പോൾ ഗുരുവായൂര് ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഉത്സവവും ബഹളവും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യ വിചാരിച്ചു, ഇത് എന്നതേ കാണിക്കുന്നത്, ഈ കൃഷ്ണൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശങ്കരാചാര്യ അങ്ങ് നിന്നുപോയി എന്നുള്ളതാണ്. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശങ്കര ഇതൊക്കെ എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന പോലെ ഈ ഉളനാട് ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോഴത്തെ ഈ ഭരണസമിതിയൊക്കെ ഏൽക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിന് അതേപോലെ വളരെ കുറച്ച് ആൾക്കാർ വരികയും അപ്പോൾ അങ്ങനെ നിന്നിരുന്ന ഒരു കാലഘട്ടം അതും എനിക്കറിയാം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് സഡനായിട്ടായിരുന്നു നമ്മുടെ, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് കോവിഡ് കാലഘട്ടം, കോവിഡ് കാലഘട്ടമാണ്. ആ സമയമായപ്പോഴാണ് ഇതിന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യങ്ങളിലേക്ക് ഈ ക്ഷേത്രം മാറ്റം വരാൻ കാരണം. ഇന്ന് കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അതായത് തെക്കുനിന്ന് വടക്കുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ വരികയാണ്. എന്താണ് എൻ്റെ കാരണം? അതിൻ്റെ കാരണം കൃഷ്ണൻ ആടുകയാണ്. ഉണ്ണിക്കണ്ണൻ ഇവിടെ ആടുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ ആട്ടം ആൽക്കൂടെയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു ഭഗവാൻ അവിടെ ഇരിക്കുന്നു, ആ പ്രതിഷ്ഠ, അതല്ല. ആ ചൈതന്യം ഓരോരുത്തരിൽ കൂടി കയറിയിട്ട് അവരിലാണ്, അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ ഇന്നത്തെ ഭരണസമിതി അതിനനുകൂലമായി ഞാൻ നോക്കിയിട്ട്, ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ അവർ വേറെ ഒരു കാര്യത്തിന് പോകും. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവരുടെ വീട്ടിലും കാര്യങ്ങളില്ലേ? ഒന്നുമല്ല, അവരിതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പഴയ കാലത്ത് ഗോപികമാര് കൃഷ്ണനെ വിട്ട് പിരിഞ്ഞു പോകാത്തതുപോലെ ഇന്ന് ഇവിടുത്തെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാർ കൃഷ്ണനെ വിട്ട് എങ്ങോട്ടും പോകുന്നേയില്ല. ഈ കൃഷ്ണന്റെ കൂടെ അവരും ആടുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ സ്നേഹവും അത് ആദരവും ഈ ഭരണസമിതിയോട് പ്രത്യേകിച്ചുണ്ട്. കാരണം അതിൻ്റെ അവരുടെ ഉത്തരവാദിത്വവും ഓരോ തരത്തിലും അവർക്കിതിനെ എങ്ങനെ കൃഷ്ണ ആടുകയാണ്, അതിൽ കൂടെ ആടി എന്തൊക്കെയോ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നാടിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 22 വർഷമായി ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചിലങ്ക കെട്ടി ചുവട് വെച്ചു പോരുന്ന ശ്രീമതി സാന്ദ്ര മധുവിനെ യോഗത്തിൽ ആദരിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശിഷ്ട വ്യക്തികളെയും സദസ്സിൽ ആദരിക്കുകയുണ്ടായി. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.